നമസ്കാരം. പ്രയാസം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെപ്പോഴും നമുക്ക് പരിഭവങ്ങളാണുള്ളതല്ലേ. എപ്പോഴും കംപ്ലയിൻസാണ് നമുക്കുള്ളത്. നമ്മുടെ തൊഴിലിനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച്, ഇതൊക്കെ നമുക്ക് എപ്പോഴും പരിഭവങ്ങളും പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ തന്നെ സ്വയം അത് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും എപ്പോഴും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര പ്രയാസമുള്ള ജീവിതത്തിലും നമ്മുടെ തൊഴിലിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആലോചിക്കുക. നമ്മൾ വിചാരിക്കുക എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ജോലി എപ്പോഴും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, ഒരു ലീവില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രസ്ട്രേഷൻസും എല്ലാം നമ്മുടെ മക്കളോട് ഭാര്യയോടൊക്കെ നമ്മൾ തീർത്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ജോലിയില്ലാത്ത ഒരാളുടെ, ഒരു മനുഷ്യൻ്റെ, തൊഴിൽ രഹിതനായ ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. തൊഴിലില്ലാത്തവൻ്റെ ഒരു സ്വപ്നമാണ് മറ്റുള്ളവൻ്റെ ഒരു തൊഴിൽ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എപ്പോഴും പഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. മറിച്ച് നമ്മുടെ ജീവിതത്തിലൊരു സമ്പാദ്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ച് സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ദൈവം തന്ന അനുഗ്രഹങ്ങളല്ല. കടമുള്ള ഒരാളുകൾക്കേ അതിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് വില മനസ്സിലാവുള്ളൂ. കടം നിറഞ്ഞവൻ്റെ സ്വപ്നമാണ് നമ്മുടെയൊക്കെ സമ്പാദ്യം എന്ന് പറയുന്നത്. കടമില്ലാതെ ജീവിക്കാൻ അവന് തത്രപ്പാട് പെടുമ്പോൾ അവൻ്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ സമ്പാദ്യം, മറ്റുള്ളവരുടെ സമ്പാദ്യം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനെ നമ്മളെപ്പോഴും പഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. കിട്ടിയ സമ്പാദ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും അതിനുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണമെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷെ നല്ലത് തന്നെയാണ് കേട്ടോ, അതിൽ സംശയമൊന്നുമില്ല. ഓടണം നമ്മളെ മക്കളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴും നമ്മളെ മക്കളെക്കുറിച്ച് പഴിയാലും വികൃതിയാണ്, പഠിക്കാത്തവനാണ്, ഏത് സമയത്ത് അവന് കൊള്ളരുതാത്തവനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ശപിക്കുന്ന ഒരാളുകളുണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. വിവാഹം കഴിഞ്ഞ് 40-50 വർഷമായിട്ട് മക്കളില്ലാത്ത ഒരാൾ, ഒരു മകനോ അല്ലെങ്കിൽ ഒരു മകളോ ഇല്ലാത്ത ഒരാളുടെ വിഷമം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു കുഞ്ഞില്ലാത്തവൻ്റെ വിഷമമേ അറിയുള്ളൂ. നമ്മുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞില്ലാത്തവൻ്റെ വിഷമമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, കല്യാണം കഴിക്കാതൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുക എന്നുള്ളത്. വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരൊരു സ്വപ്നമാണ്. അത് നമ്മൾ ജീവിച്ച് തീർക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആലോചിക്കുക. അതെപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളുമാണ് ജീവിതം എന്ന് ആലോചിക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴും. തല ചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു കൊച്ചു വീടാണെങ്കിലും ചോർന്നൊലിക്കാത്ത ഒരു കൊച്ചു കൂര നമുക്കുണ്ടെങ്കിലും കാറ്റും മഴയും അതുപോലെ തന്നെ ഒന്നും കടന്നു വരാതെ, അതിനകത്തേക്ക് വരാതെ നമ്മൾ സേഫായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള സ്ഥലം നമുക്കുണ്ട്. അവിടെയും നമുക്ക് പരിഭവമാണ്. വീടിനെ കുറിച്ചുകൊണ്ട് നമ്മുടെ വീടിന് അടുക്കള വലിപ്പം പോരാ, അല്ലെങ്കിൽ വർക്ക് ഏരിയ എനിക്കില്ല, എല്ലാ റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡൈനിങ് ഹാളിന് വലിപ്പമില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. പക്ഷേ വീടില്ലാത്തവൻ്റെ ഒരു സ്വപ്നമാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും മക്കളെയും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോർന്നൊലിക്കാത്തൊരു വീടിനകത്ത് കിടന്നുറങ്ങുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരാളുടെ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ ആലോചിക്കാതെ നമുക്ക് പരിഭവം, എപ്പോഴും പരാതിയുമാണ് നമ്മുടെ വീടിനെ കുറിച്ചിട്ടൊക്കെ. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്. ദൈവം കനി നൽകിയ എത്രയോ ആരോഗ്യങ്ങൾ, സംസാരിക്കാൻ നമുക്ക് കഴിയുന്നു, മണക്കാൻ, കാണാൻ, കേൾക്കാൻ എല്ലാം നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നു നമുക്ക്. പക്ഷെ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് രോഗശൈലിയിൽ കിടക്കുന്ന ഒരുത്തൻ്റെ ആഗ്രഹമാണ്, സ്വപ്നമാണ് മറ്റുള്ളവൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പഴിക്കരുത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഒന്നിനെക്കുറിച്ചും പഴിക്കാതെ, അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും പഴിക്കാതെ തന്നെ അതെല്ലാം കിട്ടിയ അനുഗ്രഹങ്ങൾ സന്തോഷമായിക്കൊണ്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട്, അനുഗ്രഹങ്ങളെല്ലാം സന്തോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട്, തീർച്ചയായും നമ്മളൊക്കെ വില കുറച്ച് കാണുന്ന നമ്മുടെ സൗഭാഗ്യങ്ങളിലേറെയും അവയൊന്നും ഇല്ലാത്തവൻ്റെ സ്വപ്നത്തിൻ്റെ ആഡംബരങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ. എല്ലാവർക്കും നല്ലത് വരട്ടെ, സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. പരാതികളും പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഇനിയും ഉണ്ടാവട്ടെ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സ്നേഹം, സന്തോഷം. താങ്ക് യു.